നമ്മളിനി നോക്കണത് സെലക്ഷനാണ്. അതായത് ഫസ്റ്റ് റെക്കോർഡിങ്ങിൽ ഉണ്ടായിരുന്നത് ചെസ്സിൻ്റെ ആയിരുന്നു, ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇതിൽ ഇനി പറയണത് സെലക്ഷനാണ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂവ് ടൂളിൽ അടുത്തായിട്ട് കാണുന്ന ടൂൾസ്, അതായത് ലെഫ്റ്റ് സൈഡ്, അതിന് താഴെ രണ്ടെണ്ണം, പേര് വ്യത്യാസമാണ് പക്ഷെ ഉപയോഗം സെയിം ആണ്. ഇത് എന്നിട്ട് റെക്ടാങ്കുലർ മാർക്കി ടൂൾ എന്ന് പറയും. ഇവിടെ കാണുന്നത് റെക്ടാങ്കുലർ മാർക്കി ടൂള്, പിന്നെ വന്നിട്ട് ലാസോ ടൂള്, പിന്നെ വന്നിട്ട് മാജിക് ബാൻഡ്, ക്വിക്ക് സെലക്ഷൻ. ഓക്കെ, ഇതിനൊക്കെ എന്താണ് വരുന്നത്? സെലക്ഷൻ ചെയ്യാനാണ്. ഇതിനെ സെലക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിന് കളർ കൊടുക്കാനോ കട്ട് ചെയ്തെടുക്കാനോ ആദ്യം സെലക്ട് ചെയ്യണം. അതിനാണ് ഈ സെലക്ഷൻ ടൂളിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റെക്ടാങ്കുലർ മാർക്കി ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ഷോർട്ട് കട്ട് എം എന്നാണ്. നമുക്ക് കീബോർഡിൽ എം എന്ന് പ്രസ് ചെയ്താലും നമുക്ക് ആ ടൂൾ കിട്ടും. മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് വി അടിച്ചു കഴിഞ്ഞാൽ മൂവ് ടൂൾ വരും. എം അടിച്ചു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ മാർക്കി ടൂൾ വരും. അപ്പോൾ എം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലസ് ആയിരിക്കും കാണുക മൗസിൻ്റെ കേഴ്സർ. അത് ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരും. ഓക്കെ, ഈ ഡോട്ടഡ് ലൈനാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയാം. ഈ സെലക്ഷൻ മുന്നേ നമ്മൾ പറഞ്ഞ ലെയർ സെലക്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ലെയർ ഓരോ ലെയറായിട്ട് വൺ ബൈ വൺ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു സിംഗിൾ ലെയറുള്ള ഇപ്പോൾ ഇവിടെ ഒരു ലെയറേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലെയറേ ഉള്ളൂ. അതിൽ ഈ ആപ്പിളിനെ മാത്രം കട്ട് ചെയ്തെടുക്കണം പറഞ്ഞാൽ ആപ്പിളിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യണം. ലെയർ സെലക്ഷൻ അല്ല, ഒബ്ജക്റ്റ് സെലക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ആപ്പിൾ എന്നുള്ള ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പല ടൂളുണ്ട്. അതാണ് ഫസ്റ്റ് ടൂള് സ്ക്വയർ ആയിട്ട് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ നീളത്തിലോ ഹൈറ്റിലൊക്കെ ആക്കി ഫ്ലുവൻ്റ് ആയിട്ട് സെലക്ഷൻ വരും. ഷിഫ്റ്റ് പിടിച്ചാൽ കറക്റ്റ് പ്രൊപ്പോർഷനിലായിട്ട് സെലക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത അതിന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എന്ന് വരും. അതിനും ഷോർട്ട് കട്ട് എം തന്നെയാണ്. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ അടുത്ത് എന്താവും? വരച്ച സർക്കിളായിരിക്കും വരിക. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ ഷോർട്ട് കട്ട് വഴി എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എം പ്രസ് ചെയ്താൽ മതി. കേട്ടാ, ഇവിടെ കീബോർഡിൽ ഇവിടെ ടൂൾസ് മാറുന്നുണ്ട് കേട്ടാ, ശ്രദ്ധിച്ചോടെ. ഷിഫ്റ്റ് പിടിച്ചിട്ട് എം അടിക്കുന്നു, ഇപ്പോൾ സർക്കിളായി. ഷിഫ്റ്റ് പിടിച്ചിട്ട് വീണ്ടും എം അടിക്കുന്നു, സ്ക്വയറായി. അതായത് ഒരേ ടൂളിൽ തന്നെ മൾട്ടിപ്പിൾ ടൂൾസ് ഉള്ളിൽ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ടൂൾസ് ഉണ്ടെങ്കിൽ സെയിം ഷോർട്ട് കട്ട് തന്നെയാണ്. ഇത് ഉണ്ടായി ലാസോ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എല്ലാണ്. അപ്പോൾ ഈ താഴെയുള്ള ലാസോ ടൂളിൻ്റെ പേര് ഷോർട്ട് കട്ട് എല്ല് തന്നെയാണ്. പക്ഷേ ഇതേ എല്ല് റിപ്പീറ്റ് മാറി വരണമെങ്കിൽ ഷിഫ്റ്റ് പിടിച്ചിട്ട് എല്ലടിച്ച് കഴിഞ്ഞാൽ ഓരോ ടൂളും അതിനുള്ളിലത്തെ ടൂൾ തന്നെ മാറി വരും. ഷിഫ്റ്റ് പിടിച്ചിട്ട് എല്ലടിക്കുക. ഓക്കെ, വീണ്ടും എം അടിച്ചപ്പോൾ ഇപ്പോൾ റെക്ടാങ്കുലർ മാർക്കി ടൂളാണ്. ഇനി ഷിഫ്റ്റ് പിടിച്ചിട്ട് വീണ്ടും എം അടിച്ചു, ഇപ്പം എന്തായി? എലിപ്റ്റിക്കൽ മാർക്കി ടൂളായി. ഇപ്പം ഞാൻ വരയ്ക്കുമ്പോൾ എന്താവും? സർക്കിളായിട്ടായിരിക്കും സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് പ്രൊപ്പോർഷനായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് പിടിച്ചില്ല പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഹൈറ്റും വിട്ടും കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കില്ല. കറക്റ്റ് സർക്കിൾ കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. കേട്ടാ, ക്ലിക്ക് ചെയ്ത് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ വലുതാവും, ഉള്ളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ചെറുതാവും. വിട്ട് കഴിഞ്ഞാൽ സെലക്ഷൻ ആദ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി അതിന് താഴെ രണ്ട് സെലക്ഷൻ ഉണ്ട്. സിംഗിൾ റോ മാർക്കി ടൂള്, സിംഗിൾ കോളം മാർക്കി ടൂൾ. ഇത് റെക്ടാങ്കുലർ മാർക്കി ടൂൾ പോലെ തന്നെയാണ്. പക്ഷേ എന്താണ്? ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിക്സലേ സെലക്ട് ആവുള്ളൂ. സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സെറ്റ് അടിക്കണം, സൂം ചെയ്ത് നോക്കും കേട്ടാ. ഇതിൽ ഒരു പിക്സൽ മാത്രമേ അത് സെലക്ഷനിൽ വന്നിട്ടുണ്ടാവുള്ളൂ. അതേപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് താഴെ അത് റോ, അതായത് ഹൊറിസോണ്ടലാണ്. ഇത് വന്നിട്ട് വെർട്ടിക്കലായിരിക്കും. ഇത്ര വ്യത്യാസമുള്ളൂ. ഓരോ ലൈനിലൊക്കെ വരയ്ക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാനാണ്. ഇത് റെക്ടാങ്കുലർ മാർക്കി ടൂൾ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെറുതാക്കാൻ പറ്റും. റെക്ടാങ്കുലർ മാർക്കി ടൂൾ ഇട്ട് വരയ്ക്കണു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാം. കണ്ടാ, സെലക്ഷന് നമുക്ക് ചെറുതാക്കാം. എന്നിട്ട് ഇവിടെ ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ടാ സെലക്ഷൻ ചെറുതായി. കൺട്രോൾ ഡി ആണ് നമ്മളുടെ സെലക്ഷൻ പോകാനുള്ള ഷോർട്ട് കട്ട്. ഡി സെലക്ട് എന്ന് പറയും. പിന്നെ ഞാൻ സ്ക്വയർ വരച്ചു. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോകണം, താനേ പോവില്ല. താനേ പോകണം പറഞ്ഞാൽ അടുത്ത സെലക്ഷൻ വരയ്ക്കണം. കണ്ടാ, ഇപ്പം ഈ ഒരു സെലക്ഷൻ വരച്ചു, ഇനി സെലക്ഷൻ പോകണമെങ്കിൽ അടുത്ത സെലക്ഷൻ വരയ്ക്കണം.
എന്തായാലും ഒരു സെലക്ഷൻ കൂടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് സെലക്ഷൻ പോകണം, ആവശ്യം കഴിഞ്ഞാൽ പോകണമെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്യുക, എന്നിട്ട് ഡി അടിക്കുക. ഡി സെലക്ട് എന്ന് പറയാം, കൺട്രോൾ ഡി. ഓക്കെ. ഇനി അതിന് താഴെ ലാസോ ടൂൾ. ലാസോ ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഫസ്റ്റ് വരയ്ക്കുന്നത് ഒരു ലൈന് വരും. ആ ലൈന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ സെലക്ട് ആയിട്ട് മാറും. ഫസ്റ്റ് ഉള്ളത് സ്ക്വയർ ആയിരുന്നു, പിന്നെ സർക്കിളായി. ഇപ്പം നമുക്ക് ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. പെൻസിൽ വരയ്ക്കണ പോലെ വരച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ആയിട്ട് മാറും. ആ പോളിഗൺ മറ്റേ ലാസോ ടൂൾ തന്നെ രണ്ടാമത്തെ വന്നിട്ട് പോളിഗണൽ ലാസോ ടൂൾ. അപ്പോൾ ഈ സെലക്ഷൻ കളയാൻ കൺട്രോൾ ഡി അടിച്ചു. ഇനി പോളിഗണൽ ലാസോ ടൂൾ പറഞ്ഞാൽ ഓരോ തവണ ക്ലിക്ക് ചെയ്താലും ലൈനായിട്ടായിരിക്കും വരിക. ഒരു ക്ലിക്ക് ചെയ്തു, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന അടുത്ത ഡൈവേർട്ടായിട്ട് വരും കേട്ടാ ലൈന്. ഇനി അടുത്ത ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും ഡൈവേർട്ട് ആവുക. ഇത് ഓരോ ഷാർപ്പ് ലൈനായിട്ടായിരിക്കും വരിക. അതുകൊണ്ടാണ് ഇത് പോളിഗണൽ എന്ന് പറയാൻ കാരണം. ഓരോ ലൈനായിട്ടായിരിക്കും. തുടങ്ങിയ അവിടെ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആയിട്ട് മാറും. ഓക്കെ. വീണ്ടും കൺട്രോൾ ഡി അടിച്ചു. ഇതിനെ തുടങ്ങിയ അവിടുത്തെ ക്ലിക്ക് ചെയ്താലും വരക്കുന്ന ഇടക്ക് മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്താലും അതേപോലെ വരയ്ക്കുന്ന ഇടക്ക് കീബോർഡിൽ എൻ്റർ അടിച്ചാലും അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ട് മാറും. ഓക്കെ. ഇനി അടുത്തത് മാഗ്നറ്റിക് ലാസോ ടൂൾ. മാഗ്നറ്റിക് ലാസോ ടൂൾ പറയുമ്പോൾ സെയിം ലാസോ ടൂളിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ ഒരു മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഉണ്ടാവും അതിന്. ഇപ്പോൾ ഞാൻ ഈ ആപ്പിളിൻ്റെ ഈ എഡ്ജിൻ്റെ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ക്ലിക്ക് ഒന്നും ചെയ്യേണ്ട. ഇനി പതുക്കെ മൗസ് മാത്രം അതിൻ്റെ അരിയിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓരോ ഡോട്ടായിട്ട് സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇതെങ്ങനെ പറഞ്ഞാൽ കളറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ക്യാച്ച് ചെയ്യണത്. അതായത് ആപ്പിളിൻ്റെ കളറും അപ്പുറത്തുള്ള ചുമരിൻ്റെ കളറും അതിനൊരു ബോർഡർ ലൈൻ ഉണ്ടാവും. ആ ബോർഡർ ലൈൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇതിപ്പോൾ നോക്കിയോ, ഇവിടെ ഇങ്ങനെ വന്നു. അതിൻ്റെ സ്പേസ് ബാർ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഹാൻഡ് ടൂൾ വരും. ക്ലിക്ക് ചെയ്ത് നീക്കണം. നീക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ മാറി. പിന്നെ വീണ്ടും സ്പേസ് ബാർ വിട്ടാൽ വീണ്ടും പഴയ ടൂളിൽ തന്നെ വരും. അവിടെ എത്തിയാൽ കുറച്ചൊരു സ്റ്റെക്കാവും. കാരണം അവിടെ കുറച്ച് ഡാർക്കായി. ആപ്പിളിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ടും പ്രോപ്പറായിട്ട് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ കൺഫ്യൂഷനായി. കറക്റ്റായിട്ട് അരികിൽ കൂടെ കൊണ്ടുപോകണം. ഇതിന് തുടങ്ങിയ അവിടെ തന്നെ വന്നെത്തിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്തായി? സെലക്റ്റായി. ഉണ്ടാ. അപ്പോൾ സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് കളർ കൊടുക്കണോ കട്ട് ചെയ്യണോ എന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ട് വേണമെങ്കിൽ തീരുമാനിക്കും. ഒരു ഒബ്ജക്റ്റിന് കളർ കൊടുക്കുകയാണെങ്കിലും കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അതിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും അതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അതിനാണ് ഈ സെലക്ഷൻ ടൂൾ. നോക്കി. ഇപ്പോൾ ലെയർ പാനലാണ്. ഇപ്പോൾ ഞാൻ ഇതിന് കട്ട് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഷോർട്ട് കട്ട് കൺട്രോൾ സി അടിച്ചിട്ട് കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ പുതിയ ലെയറിലേക്ക് ആ ആപ്പിളിൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രം കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ. അതിന് പകരം വേറെ ഷോർട്ട് കട്ട് ഉണ്ട്, അത് വരാം. അത് അടുത്ത ടൂളും കൂടി പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇനി അടുത്ത രണ്ട് ടൂളുണ്ട്, ക്വിക്ക് സെലക്ഷനും മാജിക് ബാൻഡും. ക്വിക്ക് സെലക്ഷൻ പറഞ്ഞാൽ പേരുള്ള പോലെ തന്നെ ക്വിക്കായിട്ട് സെലക്ട് ചെയ്യാൻ. ക്വിക്ക് സെലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ടും നടുക്കൊരു പ്ലസ്സും ഉണ്ടാവും. നമ്മളിത് ഈ റൗണ്ടിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കീബോർഡിലെ പി എന്നുള്ള ലെറ്ററിൽ ആൽഫബറ്റ് പിന് ശേഷമുള്ള രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. അതിൽ വലത്തെ ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ സർക്കിള് വലുതാവും. കണ്ടാ? ഇടത്തെ ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചെറുതാവും. സ്ക്വയർ ബ്രാക്കറ്റ് എന്നാ പറയാം അതിന്. ഓക്കെ. അപ്പോൾ ആപ്പിൾ ആ സർക്കിളിൽ നിന്ന് വലുതാവണം. എന്നിട്ട് ഞാൻ ആപ്പിളിൻ്റെ ഭാഗം വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ നീക്കിക്കൊണ്ടുപോകും. വേണ്ട, സെലക്ഷൻ അങ്ങനെ വ്യാപിച്ചു. ഇപ്പോൾ വ്യാപിച്ചപ്പോൾ എന്തായി? ആപ്പിളിൻ്റെയും കവർന്ന് താഴെ വരെ ആ ടേബിളിൻ്റെ ഭാഗം കൂടി സെലക്ട് ആയി. അത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ കണ്ട ഈ സെലക്ഷനിൽ ഇവിടെ പ്ലസ്സിലാണ് കിടക്കുന്നത്. ഇത് മൈനസ് ആക്കി കഴിഞ്ഞാൽ ആ മൈനസ് ആക്കുകയാണെങ്കിൽ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്താൽ മതി. കീബോർഡിൽ ആൾട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലസ് മൈനസ് ആവും. കണ്ടാ? ഇനി മൈനസ് ആയ ശേഷം ആവശ്യമില്ലാത്ത ഭാഗം കറക്റ്റായിട്ട് ഒന്നും കൂടി ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഒഴിവായി പോകും. അതാണ് ക്വിക്ക് സെലക്ഷൻ. ഓക്കെ.
അടുത്ത് മാജിക് ബാൻഡ്. കൺട്രോൾ ഡി അടിച്ചു. മാജിക് ബാൻഡ് പറയുമ്പോൾ ഒരു മാജിക്കിൻ്റെ സ്റ്റിക്ക് പോലത്തെ ഒരു ചെറിയൊരു ടൂളാണ് അതിൽ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഭാഗം സെലക്ട് ആവും ഏകദേശം. ഇതെങ്ങനെ സെലക്ട് ആണ് പറഞ്ഞാൽ, ഞാൻ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് ആ ഭാഗത്ത് എന്തൊക്കെ പിക്സൽ ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം പിക്സലൊക്കെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ട് മാറും. ഇപ്പോൾ ഈ ഭാഗം ഞാൻ സെലക്ട് ചെയ്തപ്പോൾ സൂം ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ മാത്രമേ ഒരു വൈറ്റ് കണ്ടുള്ളൂ. ഇവിടെയൊക്കെ കുറച്ച് റെഡ് കയറി. അപ്പോൾ എന്താ, ഈ വൈറ്റ് മാത്രം സെലക്ഷനിൽ പെടുത്തി. നേരെ മറിച്ച് ഞാനിതാ ഇവിടെ ഈ ഭാഗത്ത് ഈ ആപ്പിളിൻ്റെ ഡാർക്കൺ ഏരിയയിൽ ഈ മാജിക് ബാൻഡ് എടുത്തിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. വേണ്ട, ആ ഡാർക്കൺ ഏരിയ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ സെലക്ഷനിൽ പെട്ടു. സാധാരണ ഇങ്ങനെയുള്ള മാജിക് ബാൻഡ് ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതങ്ങനെയുള്ള ഇമേജിലായിരിക്കും. ഇപ്പോൾ ഈ ഇമേജിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെയിം വൈറ്റ് കളറാണ്. ഇതിലെ വൈറ്റ്, ബ്ലൂ, റെഡ് ഏതെങ്കിലും സെയിം കളറുള്ള പിക്ചർ ഒറ്റയടിക്ക് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മാജിക് ബാൻഡിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ മാജിക് ബാൻഡ് ടൂൾ ഈ വൈറ്റിനെ സെലക്ട് ചെയ്തു. വൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ വൈറ്റിനെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വൈറ്റൊക്കെ സെലക്ട് ആയി. ഐസ്ക്രീമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെലക്ഷന് പുറത്താണ്. ഇപ്പോൾ സെലക്ഷൻ വൈറ്റ് കളറിലാണ്. ഇനി ആ കളറിൻ്റെ ഈ സെലക്ഷൻ നേരെ ഐസ്ക്രീമിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. അതിന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഇൻവേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ടിൽ കൺട്രോളും പിടിക്കുക, ഷിഫ്റ്റും പിടിക്കുക, എന്നിട്ട് ഐ പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായി, വൈറ്റിലുള്ള സെലക്ഷൻ നേരെ ആ ഒബ്ജക്റ്റിലേക്ക് പോയി, ഐസ്ക്രീമിൽ പോയി. കണ്ടാ, ഇനി ഇതിന് കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ പുതിയ ലെയറിലേക്ക് പോയി. പഴയ ലെയർ ഞാൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട സെപ്പറേറ്റ് ആയിട്ട് കിട്ടി ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെയുള്ള സിംഗിൾ കളർ വരുന്ന സിറ്റുവേഷനിൽ പെട്ടെന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കാനാണ് ഈ മാജിക് ബാൻഡ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഒബ്ജക്റ്റിൽ പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ പുതിയ ലെയറിലേക്ക് കൊണ്ടുപോയത്. അത് കൂടാതെ നമുക്ക് വേറെ ചെയ്യാം. ഈ മാജിക് ബാൻഡ് വേറെ കാര്യം കൂടി, അതായത് ടോളറൻസ് പറഞ്ഞ സാധനം കൂടി ശ്രദ്ധിക്കണം ഈ മാജിക് ബാൻഡ് എടുക്കുമ്പോൾ. ടോളറൻസ് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ടോളറൻസ് സാധാരണ മാജിക് ബാൻഡിൽ 32 ഉണ്ടാവുക. അപ്പോൾ 32 ടോളറൻസിൽ ഞാൻ ഇതേപോലെ വൈറ്റ് കളർ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഐസ്ക്രീമിലും കൂടി ആ സെലക്ഷൻ കയറി. ഉണ്ടാ, അപ്പോൾ എന്താ കാരണം, ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ട് ഏകദേശം സാമ്യതയുള്ള കളറാണ് ഈ ഐസ്ക്രീം. ഇതിൽ കയറിയിട്ടില്ല. കാരണം ഇതിൽ റെഡും ഈ പറഞ്ഞ മെറൂണും അല്ല, മറ്റേ ബ്രൗണും യെല്ലോ ഒക്കെ വൈറ്റുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുകയാണ്. ഇത് ഏകദേശം അടുത്താണ്. അപ്പോൾ അടുത്തുള്ള കളർക്ക് കയറി. അപ്പോൾ എനിക്ക് അത്രയും കയറണം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കുറയ്ക്കണം. അതിനെന്ത് ചെയ്യുക, ടോളറൻസ് കുറയ്ക്കുക. ഞാൻ ടോളറൻസ് ഒരു 15 കൊടുത്തു. 15 കൊടുത്തിട്ട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടാ, ടോളറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി കൂട്ടും, ടോളറൻസ് കുറച്ച് കഴിഞ്ഞാൽ വ്യാപ്തി കുറയ്ക്കും. അത് ഓരോ ഇമേജിനെ അനുസരിച്ച് നമുക്ക് ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ കൊടുത്ത പോലെ 15 കൊടുക്കണമെന്നും 32 കൊടുക്കണമെന്നും ഫിക്സഡ് വാല്യൂ ഒന്നും ഇല്ല. ഇമേജിൻ്റെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത സെലക്ഷൻ്റെ കാര്യത്തിൽ വരാം. അതായത് ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സെലക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കണം. ഞാൻ പറഞ്ഞു കൺട്രോൾ ഷിഫ്റ്റ് ഐ. ഞാൻ ഇതിനെ പുതിയ ലെയറിലേക്ക് ആക്കാൻ കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചു. അതിന് പകരം കൺട്രോൾ ജെ അടിച്ചാൽ മതി. കൺട്രോൾ ജെ അടിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ സി കൺട്രോൾ വി എന്ന് 2 കീ അടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് ഡ്യൂപ്ലിക്കേറ്റിലേക്ക് പോകും, അടുത്ത ലെയർ ക്രിയേറ്റ് ആവും. ഇതെന്താ കൺട്രോൾ ജെ എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ, അതാണ് കൺട്രോൾ ജെ ശരിക്കും ആവശ്യം യൂസ്. ഇപ്പോൾ ആൾറെഡി ഉള്ള ലെയറിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്നും ഞാൻ സെലക്ട് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കൺട്രോൾ ജെ അടിച്ച് കഴിഞ്ഞാൽ ആൾറെഡി എന്താണോ ഞാൻ സെലക്ട് ചെയ്ത ലെയർ അതിന് ഡ്യൂപ്ലിക്കേറ്റ്, ഞാൻ കൺട്രോൾ ജെ അടിച്ചുകൊണ്ടിരുന്ന അതേ ലെയർ വേണ്ട ഡ്യൂപ്ലിക്കേറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ലെയർ കണ്ടില്ലേ, പുതിയ ലെയർ അതേ ലെയർ വന്നുകൊണ്ടിരുന്നു. നേരെ മറിച്ച് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. ഇപ്പോൾ വൈറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ കൺട്രോൾ ജെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സെലക്ട് ചെയ്ത വൈറ്റ് മാത്രം പുതിയ ലെയറിലേക്ക് പോയി. താഴത്തെ ഐസ്ക്രീം എന്താണ് സെലക്ഷനിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് പുതിയ ലെയറിൽ വന്നില്ല. ഇതിന് നേരെ ഞാൻ റിവേഴ്സ് ആക്കുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഐ അടിച്ചിട്ട് കൺട്രോൾ ജെ അടിച്ചാൽ എന്താ സംഭവിക്കുക, അതാ ഇത് ഹൈഡ് ചെയ്തപ്പോൾ ഐസ്ക്രീം മാത്രം സെപ്പറേറ്റ് ആയി. അപ്പോൾ എന്താ, ഈ ഐസ്ക്രീം നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടി. ഇനി ഈ ഐസ്ക്രീമിനെ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കറക്റ്റായിട്ട് ഐസ്ക്രീം മാത്രം കിട്ടും. ഇങ്ങനെയാണ് ഒരു ഇമേജിനെ സെലക്ട് ചെയ്ത് മാറ്റുക.
ഓക്കെ. അപ്പോൾ ഇതിന് കളർ കൊടുക്കണം പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വൈറ്റ് കളർ സെലക്ട് ചെയ്തു. നമ്മൾ കളർ കൊടുക്കാനുള്ള ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചെസ് ബോർഡിൽ. ആൾട്ട് ബാക്ക് സ്പേസ് എന്നുള്ളത് ഫോർഗ്രൗണ്ട് കളറും കൺട്രോൾ ബാക്ക് സ്പേസ് എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് കളറും. അപ്പോൾ ഈ ബ്ലാക്ക് ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫോർഗ്രൗണ്ട് കളറാണ്. അതിന് ഷോർട്ട് കട്ട് ആൾട്ട് ബാക്ക് സ്പേസ് ഉണ്ടാ. അപ്പോൾ എന്തായി, ആ സെലക്ട് ചെയ്ത ഭാഗത്തൊക്കെ എന്തായി, ആ ബ്ലാക്ക് ഫില്ലായി. നേരെ മറിച്ച് ഇവിടെ റെഡാണ് കളറ് പറഞ്ഞാൽ ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ റെഡ് കളറ് ഫില്ലാവും. നേരെ മറിച്ച് സെലക്ഷനേ ഇല്ല, കൺട്രോൾ ഡി അടിച്ചു, സെലക്ഷൻ പറഞ്ഞ സാധനം ഇല്ല, ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ച് എന്താ സംഭവിക്കുക, മൊത്തം അങ്ങോട്ട് റെഡ് ആവും. സെലക്ട് ചെയ്തപ്പോൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രം കളർ ഫില്ലായി. അതിനാണ് ഈ സെലക്ഷൻ്റെ ആവശ്യം വരിക.